ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന ലോകത്തിൽ കഷ്ടമുണ്ട്. ശത്രു വാഴ്ച നടത്തുന്ന, പിശാച് വാഴ്ച നടത്തുന്ന ലോകത്തിൽ കഷ്ടമുണ്ട്. എന്നാൽ ആ വാഴ്ചയെ തിരിച്ചെടുക്കുവാൻ, മനുഷ്യനെ ബലപ്പെടുത്തുവാൻ വേണ്ടി അന്ന് മുന്നമേ കണ്ട് ഏദൻ തോട്ടത്തിൽ വെച്ച് കർത്താവ് പറഞ്ഞു, സ്ത്രീയുടെ സന്തതി നിന്റെ തലയെ തകർക്കും. സ്ത്രീയുടെ സന്തതി അവൻ്റെ തലയെ തകർക്കുവാൻ തക്കവണ്ണം വേഷത്തിൽ മനുഷ്യരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി നമുക്ക് വേണ്ടി യേശു കർത്താവ് ഇറങ്ങി വന്നു. നമ്മിൽ ഒരുവനെ പോലെ ഇറങ്ങി വന്നു. കാൽവരി ക്രൂശിൽ കർത്താവ് നമുക്ക് ജയത്തെ തന്നു. എന്നാലും പിശാചിൻ്റെ പ്രവൃത്തികൾ ഇവിടെ ഉണ്ട്. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. യേശു കർത്താവ് മരിച്ചപ്പോൾ, കാൽവരി ക്രൂശിൽ യാഗമായി മാറിയപ്പോൾ എന്ത് സംഭവിച്ചു? പിശാചിൻ്റെ തലയെ തകർത്തു. അത് ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള പിശാചിനെ തോൽപ്പിച്ച ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. തുടർന്നും പിശാചുക്കളെ പുറത്താക്കുവാൻ കർത്താവ് ഏൽപ്പിച്ചു. തുടർന്നും പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുവാനുണ്ട്. പിശാചിൻ്റെ അധികാരവും അവകാശവും തീർന്നു പോയിട്ടില്ല. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മനുഷ്യപുത്രൻ ഒരു ജയത്തെ നമുക്ക് വാങ്ങിത്തന്നു. ദൈവപുത്രനായി വന്ന് നമുക്കൊരു ജയത്തെ വാങ്ങിത്തന്നു. തുടർന്ന് ബാക്കി ജയമെടുക്കുവാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നമുക്ക് പോരാട്ടമുണ്ട്. നമുക്ക് പോരാട്ടമുള്ളത് ഈ ശക്തികളോടാണ്. ഈ ശക്തികളോട് പോരാടി ജയിക്കണം.